സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടിരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ മഹാബലിയുടെ യജ്ഞശാലയിലേക്കുള്ള ഭഗവാന്റെ വരവാണ് വർണ്ണിച്ചത്. തനക്കുമാരാദികളാണോ, അഗ്നിദേവനാണോ, സൂര്യനാണോ എന്നവർ പരസ്പരം ശങ്കിച്ചിരിക്കെ ഭഗവാൻ തൻ്റെ തേജസ്സോട് കൂട്ടിയിട്ട് അവരൊന്നുമല്ല, ഇത് ഞാനാ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടേക്കാണ്ട് പ്രവേശിക്കുകയാണ്. അടുത്ത ശ്ലോകം: ആനീതമാശുഭൃഗുബിർ മഖസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുര പുളകാവൃതാംഗ ഭക്തിയാ സമേത്യതു കൃതി പരിണിജ്യ പാദോ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ആനീതം എതിരേറ്റ് ആനയിച്ച. ബ്രഹ്മചാരിയെ എല്ലാവരും പണ്ട് കാലത്തൊക്കെ ബഹുമാനമാണ്. സന്യാസി, ബ്രഹ്മചാരി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് വലിയ ബഹുമാന്യരാണ്. ഇന്നിപ്പോൾ അവരൊക്കെ പരിഹാസ്യരായി തീർന്നു അല്ലേ, കാലത്തിൻ്റെ പോക്കേ. യഥാർത്ഥത്തിലുള്ള ബ്രഹ്മചാരി ആവുമാണല്ലോ. ഭഗവാനെ കണ്ടാൽ തന്നെ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഈ ചെറിയ കുട്ടിയെ ഒരു ചക്രവർത്തി നേരിട്ട് വന്ന് ബഹുമാനിക്കുക? പതിവില്ല, അതൊന്നും പതിവില്ല. മുഖം കാണിക്കാൻ വേണ്ടി ഒരു പടൻ അല്ലെങ്കിൽ ദൂതൻ മുഖാന്തരം പറഞ്ഞയച്ച് ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഇല്ലേ ചക്രവർത്തി? എത്ര നല്ല ചക്രവർത്തി ഒരു ചെറിയ കുട്ടിയെ ഇങ്ങോട്ട് വന്ന് അങ്ങനെ കാണുന്നില്ല. വഴി വന്നാൽ വരാൻ പറയൂന്നേ പറയൂ അല്ലേ. അതല്ല, ആനീതം വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ആനയിച്ച് എതിരേറ്റു. എന്താ കാരണം? അതാരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ തേജസ് ഏത് വേഷത്തിലും മറയ്ക്കപ്പെട്ടാൽ മറയുമോ? സൂര്യനെ മറയ്ക്കാൻ നമുക്ക് പറ്റുമോ? മേഘങ്ങളൊക്കെ മറയ്ക്കും, സൂര്യൻ മറയും, സൂര്യൻ്റെ വെളിച്ചം മറിയില്ല. നല്ല മഴക്കാറുള്ളൊരു ദിവസം ആരെങ്കിലും ടോർച്ചടിച്ച് നടക്കാറുണ്ടോ പുറത്തു കൂടെ? വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അടിക്കിട്ടോ. ഏതായാലും ടോർച്ച് എടുത്തോളൂ കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിയാണ്, നല്ല മഴക്കാറുണ്ട്, ആരും പറയില്ല കുട എടുത്തോളൂ എന്ന് പറയില്ലേ. അല്ലാതെ പകല 1 മണിക്ക് 2 മണിക്ക് ആരെങ്കിലും ടോർച്ച് എടുക്കുക? എത്ര സൂര്യൻ മറഞ്ഞോട്ടെ, അങ്ങനെ മറച്ചിരിക്കണു, എന്നാലും നമുക്ക് നടക്കാനുള്ള വെളിച്ചം പുറത്തുണ്ടാവും അല്ലേ. ഇരുട്ടറയിലൊക്കെ ചിലപ്പോൾ ഇരുട്ട് കയറുമെന്ന് വയ്ക്കാം. ആ റോട്ടിൽ കൂടെ ആരും ഒരു വെളിച്ചം കൊടുക്കാറില്ല. അപ്പോൾ ആ തേജസ്സിനെ മറയ്ക്കാൻ സാധ്യമല്ല. പകല് സൂര്യൻ മറയില്ല, നീ എന്ത് തന്നെ ഇടി മഴക്കാറ് വന്നാലും മറയില്ല. അതുപോലെയാണ് മഖസാ മഖസാഭിഭൂതർ. ആ തേജസ്സോട് കൂടിയിട്ട് വളരെയേറെ ആ മിന്നിത്തിളങ്ങുന്ന ഭഗവാനെ എല്ലാവരും ബഹുമാനത്തോടു കൂടിയിട്ട് ആനയിച്ചു. ഭൃഗു എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ഗുരുവാണ്. എല്ലാവരും ആനയിച്ചു, എതിരേറ്റ് കൊണ്ടുവന്നു. ആരും പറഞ്ഞിട്ടില്ല അവിടെ അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ അതൊക്കെ അവിടെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. രമ്യരൂപം ത്വാം, മനോഹരമായിട്ടുള്ള അങ്ങയുടെ ഒരു ഏത് വേഷമെടുത്താലും ഭഗവാൻ തന്നെ ഇല്ലേ, തേജസ് ഉണ്ടാവും. സുകൃതി അസുര പുളകാവൃതാംഗ. എന്താ മഹാബലിക്ക് ഈ ഭാഗ്യം കിട്ടാൻ കാരണം? എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എന്തായാലും ആ ഭഗവാനെ എതിരേൽക്കാനും കാലി കഴിക്കാനും ഭാഗ്യം കിട്ടിയില്ലേ. ഈ വേറെ എന്ത് ഭാഗ്യമാണ് വേണ്ടത്? അതാണ് അവിടെ സുകൃതി വാക്കൊണ്ട് സൂചിപ്പിച്ചത്. ഭഗവാനെ കാലി കഴിക്കാനും ഭഗവാനെ പൂജിക്കാനും ഒന്നുമുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. അതുകൊണ്ട് മഹാബലിയുടെ ഭാഗ്യം തന്നെയാണ് ഒക്കെ അളന്നെടുക്കാനാണ് വന്നതെങ്കിലും മഹാബലിക്ക് പിന്നീട് കിട്ടണതെല്ലാം കയറ്റമാണ്, ഊർധ്വഗതിയാണ്. ആ കഥയെ പിന്നെ പറയാം. ഒരിക്കലും ഭഗവാൻ ചവിട്ടോ താഴ്ത്തുകയോ അല്ല ചെയ്യുന്നത്, ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പം സുകൃതി അത് ശരിയാവണ്ടേ? സുകൃതി തന്നെയാണ്. അസുര പുളകാവൃതാംഗ, സുരനാണെങ്കിലും പുളകത്തോടു കൂടിയിട്ട് രോമാഞ്ചത്തോടു കൂടി തന്നെ മറന്ന് ഭക്തിയാസമേത്യ, ഭക്തിയോടുകൂടി ഒരു ചെറിയ കുട്ടിയുടെ നേരെ ഇങ്ങനെ ഭക്തി ഉണ്ടായി. ഭഗവാനായതുകൊണ്ട് സമേത്തിയ ഭക്തിയോടുകൂടിയിട്ട് അടുത്ത് വന്ന്
പാദോ പരിണിച്ച, പാദമാണ് കഴുകിക്കണങ്ങി. വേഗം കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ആ ബ്രഹ്മചാരിയുടെ കാലാണ് കഴിച്ചു. പാദോ പരിണിച്ച, പിന്നെയോ തീർത്ഥം ദത്തോയം മൂർത്തിനി അന്വധൃത, എല്ലാ തീർത്ഥങ്ങൾക്കും തീർത്ഥമായിട്ടുള്ള ആ പാദതീർത്ഥത്തെ, തീർത്ഥം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? തീർത്ഥീകരിക്കുന്നത് എന്നാണ്. ശുദ്ധീകരിക്കീർത്തയതി ഇത് തീർത്ഥ, എന്തെന്നാണ് ശുദ്ധീകരിക്കുന്നത് അതാണ് തീർത്ഥം. തീർത്ഥങ്ങളെ തീർത്ഥീകരിക്കുന്ന ആ തീർത്ഥം അത് തൻ്റെ ശിരസിൽ ധരിച്ചു. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. ശാന്തിക്കാരൻ തെറിച്ച് തീർത്ഥം തന്നാൽ എന്തു ചെയ്യും? അകാല മൃത്യുഹരണം, സർവവ്യാധി നിവാരണം, സമസ്തപാപക്ഷേകരം, ശ്രീകൃഷ്ണപാദോദകം ശുഭം. ശ്രീകൃഷ്ണപാദം ധരിക്കണു. ഭഗവത് സേവ കഴിഞ്ഞതെന്ന് വെച്ചാൽ ശ്രീ മഹാദേവി പാദോദകം ശുഭം, ദേവിയുടെ പാദതീർത്ഥത്തെ ശിരസിൽ ധരിക്കുന്നു. ഗണപതി ഹോമാച്ചാലോ മഹാഗണപതി പാദോദകം ശുഭം, ഉദകം എന്ന് പറഞ്ഞ വെള്ളം. മഹാദേവ പാദോദകം ശുഭം, ശിവൻ്റെ അച്ചാൽ. ആ ദേവൻ്റെ പേര് ചെയ്തിട്ട് ആ പാദോദകം എന്തിനു വേണ്ടിയിട്ടാണ്? അകാല മൃത്യു ഹരണം, അകാലത്ത് മരണം ഉണ്ടാവാണ്ടിരിക്കാൻ, സർവവ്യാധി നിവാരണം, രോഗങ്ങളൊന്നും വരാണ്ടിരിക്കാൻ. അല്ലേ, നമ്മുടെ കഴിവൊന്നുമല്ല രോഗം വരാതിരിക്കണതേ. പിന്നെയോ സമസ്ത പാപക്ഷേകരം, കഴിഞ്ഞ ജന്മത്തെ പാപമില്ലാണ്ടേവാൻ. തീർത്ഥത്തിന് അത്രയ്ക്ക് സങ്കല്പം ചെല്ലിയിട്ട് വേണം ഈ തീർത്ഥം ശിരസിൽ ധരിക്കാൻ. അത് ശിരസിൽ അങ്ങോട്ട് ധരിച്ചു. ഭക്തിയാസമേത്യ സുഹൃതി പരിണിജ്യ പാദവും, പരിണിജ്യ കഴുകിയിട്ട്, പാദത്തെ കഴുകിയിട്ട് ആ തീർത്ഥം തത്തോയം, ആ വെള്ളം, അന്വധൃതമൂർധനി, തീർത്ഥം എന്ന തോയത്തിൻ്റെ വിശേഷണം. തോയം വെള്ളം എങ്ങനത്തെയാണ്? തീർത്ഥങ്ങൾക്കും തീർത്ഥമായിരിക്കുന്ന തോയം, ആ വെള്ളത്തെ, ഭഗവത് പാദം കഴുകിയ വെള്ളത്തെ ശിരസിലങ്ങനെ ധരിച്ചു എന്ന് പറയുകയാണ്. പ്രഹ്ലാദവംശജതയാ കൃതിബൃദ്ധിജേഷു വിശ്വാസതോനതിജോബിലേബേ. ഇവിടെ ഭാഗവത്തിൽ പറയും തത്പാദതീർത്ഥം ജനകൽമഷാപകം, ജനകൽമഷങ്ങളില്ലാണ്ടാക്കുന്ന പാദതീർത്ഥം അല്ലേ, ആ ശിരസിൽ അങ്ങോട്ട് വഹിച്ചു എന്നാണ്. പാദതീർത്ഥം ജനകൽമഷാപകം, ആ ജനകൽമഷങ്ങളെ ഇല്ലാണ്ടാക്കുന്ന പാദതീർത്ഥത്തെ വസിച്ചു. അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാവാം? പ്രഹ്ലാദവംശജതയാ കൃതിബൃദ്ധിജേഷു വിശ്വാസതോനുതതിദം തിതിജോബിലേബേ യത്തേ പദാംബുഗിരിശസ്യ ശിരോബിലാല്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേതാം. സത്വം വിഭോ ഗുരുപുരാലയ പാലയേതാം. ഗുരുപുരാലയ, ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥനയാണ്. ബാക്കി 3 വാക്കിൻ്റെ വരിയുടെ അർത്ഥമേ പറയാനുള്ളൂ. എന്തുകൊണ്ടാവാം? പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചത്. പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി. പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ്റെ പുത്രൻ മഹാബലി. പ്രഹ്ലാദൻ്റെ പുത്രൻ പേരക്കുട്ടിയാണ് ശരിക്കും പറയാച്ച ഈ മഹാബലി. അതുകൊണ്ടാണോ പൂർവികന്മാർ ചെയ്തിട്ടുള്ളതായ പുണ്യം നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ബലാവത്രേ നമ്മുടെ അനന്തര കുട്ടികൾ അനുഭവിക്കുന്നത്. അതിനാണ് ഈ തറവാട്ട് ദുരിതം, പൂർവജന്മ സുഹൃതം എന്നൊക്കെ പറയുന്നത്. പൂർവീകർ ചെയ്തിട്ടുള്ള പാപം നമ്മളെ ബാധിക്കും എന്നാണ്. ശരിക്കും പാടില്ല. അവർ ചെയ്ത പാപം അവരല്ലേ അനുഭവിക്കണമെന്ന്, അങ്ങനെയല്ല എന്നാണ്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മം അത് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അച്ഛനമ്മമാർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലതൊക്കെ ചെയ്യും. അപ്പോൾ അത് കിട്ടിച്ചാൽ ചീത്ത അങ്ങനെയും വേണ്ടേ? ചീത്തകർമ്മം അനുഭവിക്കണം. രാവണൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം ആരൊക്കെയാണ് അനുഭവിച്ചത്? മക്കളും മരുമക്കളും തമ്പിമാരും അവിടെ ഉള്ളവരും സ്ത്രീകളും ഒക്കെ അനുഭവിച്ചു ഇല്ലേ? ലങ്ക മുഴുവൻ അനുഭവിച്ചു. രാജാവ് ചെയ്ത തെറ്റ് പ്രജകളെയൊക്കെ ബാധിക്കുന്ന പറയുക. അതുപോലെ എന്നർത്ഥം. പ്രഹ്ലാദവംശജതയാ, പ്രഹ്ലാദൻ്റെ പുത്രനായതുകൊണ്ടോ കൃതിബിർ ദിജേഷു, യാഗാദികളിലുള്ള വിശ്വാസം നല്ലൊരു കാര്യമാണ്. ദിജേഷു ബ്രാഹ്മണ ഭക്തി ഉണ്ടാവുക. സജ്ജനങ്ങൾ നടത്തെ അവിടെ എടുക്കണ്ടു, ജനനമല്ലല്ലോ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ആ ഒരു സ്വഭാവം ഉണ്ടാവുക. നമസ്കരിച്ച് പഠിക്കാനുണ്ട് എന്നാണ്. നമസ്കരിച്ച് പഠിക്കുക എന്താ? നമ്മളൊരു 4-5 നമസ്കാരമെങ്കിലും ഒരു ദിവസം ചെയ്താൽ അതിൻ്റെ ഗുണം ആർക്കറിയോ? ഈ നമസ്കരിക്കണവർക്കാണ് കേട്ടോ അതിൻ്റെ ഗുണം.
ആരെയും നമസ്കരിച്ചു അവർക്ക് ഒരു ഗുണവും കിട്ടാനില്ല. ഈ ഫിസിയോതെറാപ്പിയിൽ ഒരു പോസ് ഉണ്ട്, നട്ടെല്ലിൻ്റെ കേട് തീരാൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാഷ്ടാംഗം നമസ്കരിക്കുക എന്നാണ്. എന്നിട്ട് 2 കയ്യെ കുത്തിയിട്ട് ഒന്നെണീക്കുക, പകുതി മടക്കിയിട്ട് പകുതി കൈ നിലത്ത് വയ്ക്കുക, ഭുജങ്ങളൊക്കെ. പിന്നെ മുഴുവനെ നിവർന്നിട്ട് ഒരു പോസുണ്ട്, മുഴുവൻ കൈ പടം കുത്തി ബാക്കിയൊക്കെ. ഇത് രണ്ടും നമസ്കാരമല്ലേ? ആലോചിച്ച് നോക്കൂ. പണ്ടുള്ളവരുടെ തല എവിടെ എത്തിയിരിക്കണു? കാരണം 108 സൂര്യ നമസ്കാരം ചെയ്താൽ മുതുവിന് കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. ഇത് പലർക്കും അറിയാത്തൊരു കാര്യം അത്. അപ്പം എന്തിനാ ഈ നമസ്കരിക്കണം? സൂര്യനെ നമസ്കരിച്ചിട്ട് സൂര്യനൊന്നും കിട്ടാനില്ല. ഒരു മഹാത്മാവിനെ നമസ്കരിച്ചിട്ട് ആ മഹാത്മാവിനും ഒന്നും കിട്ടാനില്ല. നമുക്കിതൊരു എക്സസൈസാണോ? ഇനി ഒന്നുമില്ലെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടോ ഈ ഒരു ഗുണം ഇവിടെ കിട്ടി. അതുകൊണ്ട് ദിജേഷു എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് ബ്രാഹ്മണ നമസ്കാരം, സജ്ജന നമസ്കാരം, സജ്ജനങ്ങളെ കാണുന്ന നേരത്തുള്ള നമസ്കാരം, സാഷ്ടാംഗം പുരുഷന്മാർ നമസ്കരിക്കണം. അതുകൊണ്ടോ വിശ്വാസതോന് തതിതം ദിതിജോ ബിലേബേ, ദിജേഷു വിശ്വാസതോ, ബ്രാഹ്മണരുള്ള വിശ്വാസം കൊണ്ടോ ഈ ഗുണം കിട്ടിയത് എന്ന് നിശ്ചല്യ. ദിതിജ അഭിഗിരിശസ്യ ശിരോഭിലാള്യം, തലയിലേറ്റി ഉപചരിക്കുന്ന നിന്തിരുവഴിയുടെ പാദതീർത്ഥം കിട്ടുമാറായി. ദിതിജൻ അസുരൻ, ദിതിയിൽ ജനിച്ചവൻ അസുരൻ. ഈ അസുരനെ എങ്ങനെ ഈ ഒരു മഹാഭാഗ്യം കിട്ടിയത്? എന്താണ്? ഭഗവാന്റെ പാദതീർത്ഥം, അതിൻ്റെ പ്രാധാന്യം. അത് 3-ാമത്തെ വരി, എത്തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം, ലോകത്തിൻ്റെ സംഹാരമൂർത്തിയായിട്ടുള്ള പരമേശ്വരൻ. ഏതൊരു പാദതീർത്ഥമാണോ സദാ ഗംഗയായിട്ട് വഹിക്കണത്? ഗംഗ എവിടുന്ന് ഉണ്ടായി? വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന്. അതുകൊണ്ടാണ് വിഷ്ണുപതി എന്നുള്ള പേരേ. ഭഗവത് പാദത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ആ തീർത്ഥത്തെ വഹിച്ചതുകൊണ്ടത്രേ ശിവനാവാൻ കഴിഞ്ഞത്. ശിവോഭൂത്, ശിവനായത്. ശിവൻ്റെ ശക്തി കിട്ടാൻ എന്താ കാരണം എന്ന് നോക്കിയാണെങ്കിൽ ഭഗവത് പാദതീർത്ഥം വഹിക്കൊണ്ടാണ്. അപ്പം അത്രയേറെ മഹാത്മ്യമുള്ള ആ പാദതീർത്ഥം എങ്ങനെയാണ് ഒരാസുരന് ശിരസിലൊക്കെ വഹിക്കാൻ കഴിയുക? സഹായിക്കില്ല. എന്താ കാരണം? അസുരന്മാർ പൊതുവേ വിഷ്ണുവിനെ ശത്രുവായിട്ടാണ് കാണുക. ദേവഭാഗത്താണല്ലോ. പിന്നെ പാദതീർത്ഥം വഹിക്കാൻ നോക്കും അസുരന്മാർ. ആ ഭാഗ്യം അവർക്കില്ല. അത് ദേവന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അസുരനായ മഹാബലിക്ക് ഇതെങ്ങനെ കിട്ടി? അത്ഭുതമാണ്. പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാവാം, ക്രതു യുവാഗത്തിലുള്ള വിശ്വാസം കൊണ്ടാവാം, ബ്രാഹ്മണ വിശ്വാസം കൊണ്ടാവാം. എന്തുകൊണ്ടാണ് നിശ്ചയില്ല. ആ പാദതീർത്ഥം വഹിക്കാനുള്ള മഹാഭാഗ്യം അസുരന് ലഭിച്ചു. അസുരനായിട്ടും മഹാബലിക്ക് ലഭിച്ചു. അതിനുള്ള ഗുരുവായൂരപ്പ ആ പാദതീർത്ഥവും പ്രസാദവും ഒക്കെ മാത്രം ആശയമുള്ളതായിട്ടുള്ള അടിയനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദശകം അവസാനിക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് ആ മഹാബലിയും ഭഗവാനും കൂടിയുള്ള സംഭാഷണം കഴിഞ്ഞിട്ടില്ല. കഥ ഞങ്ങളുടെ അയക്കണമല്ലോ, സുതലത്തിലേക്ക് അയക്കുക. 2 അടി കഥകൾ 2 ദശകത്തിലാണ് മഹാബലി ചരിതവും വാമനചരിതവും പറയണത്. ഒരു ദശകം കൊണ്ട് കഴിഞ്ഞില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ വാമനമൂർത്തിയുടെ കഥ തുടർന്ന് പറയണു. ഒരു ദശകമുണ്ട്. അവ 2 ദശകമാണ് മഹാബലി. ഒരു ഇതിൽ മഹാബലി ചരിതം എന്ന് പറയാം, മറ്റേതിൽ വാമനാവതാര ചരിതം. വാമനമൂർത്തിയുടെ ചരിതമാണ്. തുടർന്ന് വാമന വിജയം എന്നോ എന്താ വെച്ചാൽ പറയാം. അതിനെ 10 ശ്ലോകം കൊണ്ട് അടുത്ത ദശകത്തിൽ വിവരിക്കണു. കായേന വാചാ മനസേന്ദ്രിയർവാത്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.